ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ വീഡിയോ ഒരു 4-5 ദിവസം മുമ്പേ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നോമ്പ് 7-നോ 8-നോ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് വോയിസ് കൊടുക്കാനും അപ്ലോഡ് ചെയ്യാനൊക്കെ ടൈം കിട്ടിയത്. അപ്പോൾ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഭയങ്കര വിഷമത്തോടു കൂടിയാണ് വോയിസ് കൊടുക്കുന്നത്. കാരണം നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ കൂടുതലും ഖത്തറിനെയൊക്കെയാണ് മെയിനായിട്ട് ബാധിച്ചേക്കണത്. അവിടെയാണ് എൻ്റെ അനിയത്തി ഉള്ളത്. എൻ്റെ അനിയത്തി എന്ന് പറഞ്ഞാൽ എനിക്ക് ആകെയുള്ള ഒരു അനിയത്തിയും ചേട്ടത്തിയും ആങ്ങളെയും ഒക്കെ ആയിട്ട് ആകെയുള്ളൊരു കൂടപ്പിറപ്പ് അവൾ അവിടെയാണ്. അപ്പോൾ അവൾ മാത്രമല്ല, അവളുടെ ഹസ്ബൻഡ് അനിയനും രണ്ടുപേരും ഒരുമിച്ചാണ്. അപ്പോൾ രണ്ടുപേരും ഓരോ ജോലികൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ നിൽക്കണത്. അപ്പോൾ ഇപ്പോൾ 2 ദിവസമായിട്ട് ജോലിക്കൊന്നും പോകണില്ല. ഇന്നലെ ആണെങ്കിൽ അതായത് ഈ യുദ്ധം സ്റ്റാർട്ട് ചെയ്ത അന്ന് 11:30 ആയപ്പോൾ ഓഫീസിൽ നിന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ നമുക്ക് നോമ്പ് തുറക്കാനാണെങ്കിലും എന്തെങ്കിലും വാങ്ങാൻ പോലും പുറത്തേക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഏത് സമയത്താണ് അവിടെ പൊട്ടണേന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് അവർ കഴിഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ഇക്കായാണെങ്കിൽ സൗദിയിൽ ജിദ്ദയിലാണ്. അവിടെ ഇപ്പോൾ നിലവിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. ഇൻഷാ അല്ലാഹ് പഠിച്ചവനോട് ദുആ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട്. അവർ നമ്മുടെ വേണ്ടപ്പെട്ടവർ മാത്രമല്ല, ഒരുപാട് പ്രവാസികളായിട്ടുള്ളവർ കഷ്ടപ്പാടിൻ്റെ പുറത്ത് പ്രവാസിയാവേണ്ടി വന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും പഠിച്ചവൻ്റെ കാവൽ കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും ദുആ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നവരും എല്ലാവരും ദുആ ചെയ്യുക. ഒരുപാട് പേരുടെ കുടുംബത്തിൽ നിന്ന് പ്രവാസിയായിട്ടുള്ളവരും അല്ലാത്തവരും ഉണ്ടാകും. അപ്പോൾ എല്ലാവരും പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് ഈ വീഡിയോയിൽ പറയാൻ കേട്ടോ. ഇതിങ്ങനെ ഒരു വോയിസ് കൊടുത്ത് ചെയ്യണമെന്ന് വിചാരിച്ചെടുത്ത് വെച്ച വീഡിയോയൊന്നുമല്ല, നോർമൽ എൻ്റെ വ്ളോഗ് പോലെ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് പറയേണ്ടി വന്നതിൽ ഭയങ്കര വിഷമമുണ്ട്. ഓരോ സമയത്തും അവരെ പോലെ തന്നെ നമ്മളും പേടിച്ച് തന്നെയാണ് ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദുആ ചെയ്യാം, അതല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതിൽ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, ആരാണെങ്കിലും അവർക്ക് സമാധാനം കൊടുക്കാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാം. യുദ്ധം നിർത്താനുള്ള മനസ്സുണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് ദുആ ചെയ്യാം, അതല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് വരാം. അപ്പോൾ ഇത് എനിക്ക് 2-3 കേക്കിൻ്റെ ഓർഡേഴ്സ് ഉണ്ടായിരുന്ന ഒരു ദിവസത്തെ നോമ്പ് തുറയാണ് കേട്ടോ. നോമ്പ് തുറക്കാനും നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ ഉണ്ടാക്കണമായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് 2-3 കേക്ക് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ കേക്കിൻ്റെ വർക്ക് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വന്നതാണ് കേട്ടോ. സാധാരണ നമുക്ക് നോമ്പിൻ്റെ കാര്യങ്ങൾ മാത്രം ചെയ്യാനുള്ളെങ്കിൽ അസർ നമസ്കാരം കഴിഞ്ഞിട്ടാണ് നമ്മൾ കിച്ചണിൽ കയറണത്. ഇത് ളുഹർ കഴിഞ്ഞപ്പോൾ തന്നെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് പിറ്റേന്നത്തേക്ക് 2-3 കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇന്ന് ചെയ്ത് ക്രം കോട്ട് ചെയ്ത് വയ്ക്കണമല്ലോ. അപ്പോൾ ബേക്ക് ചെയ്തെങ്കിലും വയ്ക്കുകയാണെങ്കിൽ നോമ്പ് തുറ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്രം കോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ അങ്ങനെ കയറിയതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യണത് ഒരു 1 kg വൈറ്റ് ഫോറസ്റ്റ് ആണ്. അപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് ആദ്യം ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് അതേ ബൗളിലേക്ക് തന്നെ നമുക്ക് കഴുകാതെ തന്നെ അതിലേക്ക് ബ്ലാക്ക് ഫോറസ്റ്റും ചെയ്യാമല്ലോ. കഴുകാനല്ല പാട്, കഴുകി നമുക്ക് ഈ ബൗൾ ഉണക്കി ഡ്രൈ ആക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കി ചെയ്യാറുണ്ട്. അതായത് വൈറ്റും ബ്ലാക്കും റെഡ് വെൽവെറ്റൊക്കെ അങ്ങനെ ഒരുമിച്ച് ഓർഡർ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ വൈറ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ടാമത് റെഡ് ചെയ്താൽ അതേ പാനിൽ അതേ ബൗളിലിട്ട് തന്നെ നമുക്ക് ചോക്ലേറ്റിനുള്ള സ്പഞ്ചും റെഡിയാക്കാമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കി ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വൈറ്റ് ഫോറസ്റ്റ് എൻ്റെ കറക്റ്റായിട്ട് ഓർമ്മയില്ല ഏതൊക്കെ കേക്ക് ഓർഡേഴ്സാണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഫസ്റ്റ് എന്തായാലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു 1 kg വൈറ്റ് ഫോറസ്റ്റിനുള്ള കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ച് റെഡിയാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുട്ട ബീറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഫ്ലോറൊക്കെ ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കേക്കിൻ്റെ റെസിപ്പീസും കാര്യങ്ങളൊന്നും ഇതിനകത്ത് കാണിക്കണില്ല. എന്നാലും ഒരു വ്ളോഗ് എന്നുള്ള രീതിയിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്ലോറൊക്കെ അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഓയിൽ പാനിൽ ഗ്രീസ് ചെയ്യാനുണ്ട്, പാലെടുത്ത് വയ്ക്കാനുണ്ട്, അതൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് പാനിലേക്ക് ഓയിൽ ഗ്രീസ് ചെയ്ത സമയത്ത് 2 കേക്കിനുള്ള ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം 7 ഇഞ്ചിൻ്റെ 4 പാൻ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ വന്ന 2 ഓർഡറും കുറച്ച് ഹൈറ്റിൽ 4 ലെയറിൽ ചെയ്യേണ്ട കേക്കായിരുന്നു. 4 ലെയറിൽ ഹൈറ്റിൽ ചെയ്യേണ്ട കേക്ക് വരുമ്പോൾ നമ്മൾ 7 ഇഞ്ചിൻ്റെ 2 പാനിലായിട്ടാണ് ചെയ്യണത്. അങ്ങനെ ഇങ്ങനത്തെ 2 കേക്കിൻ്റെ ഓർഡറൊക്കെ ഒരുമിച്ച് വരാൻ കൂടുതൽ ചാൻസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ 4 പാൻ വാങ്ങിച്ച് വച്ചേക്കണത്. അപ്പോൾ പിന്നെ നമുക്ക് ഒരു കേക്ക് ബേക്ക് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ്ടല്ലോ. ഒരു കേക്ക് ബേക്ക് ചെയ്യാൻ വച്ച് അതിൻ്റെ പുറകെ തന്നെ നമുക്ക് വയ്ക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടി അങ്ങനെ വാങ്ങിച്ച് വെച്ചേക്കണതാണ് കേട്ടോ. അപ്പോൾ 4 പാനും ഒരുമിച്ച് ഓയിൽ ഗ്രീസ് ചെയ്യാമെന്ന് വിചാരിച്ച് തന്നതാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ കേക്കിൻ്റെ പണി കുറഞ്ഞിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും തലേന്ന് വാങ്ങിച്ച കുറച്ച് കേക്കിൻ്റെ ഐറ്റംസൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. വലിയ കാര്യമായിട്ടുള്ള ഓർഗനൈസ് ഒന്നുമില്ല. എത്ര ഓർഗനൈസ് ചെയ്ത് വെച്ചാലും ഇവിടെ പിള്ളേർ എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ നിരത്തിയിടും. എന്നാലും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വയ്ക്കുക എന്നുണ്ടെങ്കിൽ എടുക്കാൻ എളുപ്പമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വയ്ക്കാനുണ്ട്. കുറച്ച് ടയർ കേക്കിൻ്റെ ബോക്സും
അതേപോലെ തന്നെ 1 kgയുടെയും 1.5 kgയുടെയും ബോക്സും ബേസൊക്കെ കഴിയാറായിട്ടുണ്ടായിരുന്നു. പിന്നെ 1/2 kgയുടെയും നമുക്ക് നല്ല ചിലവുള്ളതാണ്. അപ്പോൾ അതും കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ക്യാരി ബാഗ് വാങ്ങുന്നത്. എല്ലാവരും മിക്കവാറും വരുമ്പോൾ ചിലർ കൂട് ചോദിക്കും. വളരെ റെയറായിട്ടാണ് ആളുകൾ കൂട് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മളുടെ അടുത്തുള്ള സാധാ ഷെമ്മിക്കൂടൊക്കെ എടുത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇനി ചോദിക്കണവർക്കെങ്കിലും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് 1 kgയുടെ ക്യാരി ബാഗും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇതിൽ ഓർഗനൈസ് വയ്ക്കണം എന്താണോ കാണാഞ്ഞിട്ടാണോ എന്നറിയില്ല. ആദ്യ തവണ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാണ് കേട്ടോ. അപ്പോൾ 4 ഒരുമിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വയ്ക്കാൻ വേണ്ടി എടുത്തപ്പോഴാണ് ഞാനൊരു ചോക്ലേറ്റ് കൂടി നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു വൈറ്റ് ചോക്ലേറ്റ് വൈറ്റ് കോമ്പൗണ്ട് കൂടി തന്നെ കിടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള ലിക്വിഡ് ആയിട്ടുള്ളതും അതേപോലെ ഫുഡ് ഐറ്റംസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാൻ തലേന്ന് തന്നെ ഞാൻ ഷോപ്പിൽ നിന്ന് വന്നപ്പോൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബാക്കി ഇത്രയും ഐറ്റംസ് ആയതുകൊണ്ട് ഞാൻ ഷോപ്പിൽ തന്നെ വച്ചിട്ട് പോന്നുകൊണ്ട് മാമാടെ മോനെ പറഞ്ഞു വിട്ട് അവൻ കാറും കൊണ്ട് പോയാണ് കേട്ടോ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് കിടന്നതായിരുന്നു ആ ഒരു ചോക്ലേറ്റ്. അങ്ങനെ നമ്മൾ ഓയിലൊക്കെ ഗ്രീസ് ചെയ്ത് പാൻ കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മൾ ഫസ്റ്റത്തെ വൈറ്റ് ഫോറസ്റ്റിൻ്റെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാൻ കേട്ടോ. അതൊരു 1 kg കേക്ക് ഹൈറ്റിൽ ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ 7 ഇഞ്ചിൻ്റെ 2 പാനിൽ ചെയ്തെടുത്തതാണ് കേട്ടോ. അങ്ങനെ അത് റെഡിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ അതേ ബൗളിലോട്ട് തന്നെ നമുക്കൊരു ചോക്ലേറ്റ് സ്പഞ്ചും ചെയ്യാനുണ്ട്. അതൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് ഈ തീം കേക്കുകൾ കസ്റ്റമൈസ്ഡ് ആയിട്ടൊക്കെ ഓർഡർ വരുമ്പോഴാണ് കേട്ടോ കൂടുതലും ഇങ്ങനെ ചെയ്യേണ്ടി വരാറുള്ളത്. അതല്ലാതെ നോർമലായിട്ട് എന്തെങ്കിലും ഡിസൈനൊക്കെ ചെയ്തോളാൻ പറയുമ്പോൾ നമ്മൾ കൂടുതലും 8 ഇഞ്ചിൻ്റെ പാനിൽ ഒറ്റ കേക്കായിട്ട്, അതായത് 3 ലെയർ ഹൈറ്റിൽ കേക്ക് വരുന്ന രീതിക്ക് നോർമലായിട്ടാണ് കേട്ടോ ചെയ്യാറ്. അപ്പോഴും നമ്മൾ ഈ 4 ലെയർ ആയിട്ട്, അതായത് 7 ഇഞ്ചിൻ്റെ 2 പാനിലേക്ക് മാറ്റണം എപ്പോഴാണെന്ന് വെച്ചാൽ ടൈം വളരെ കുറവുള്ളപ്പോൾ. അതായത് 2 പാനിലായിട്ട് നമ്മൾ കേക്ക് ആക്കുമ്പോൾ കേക്കിൻ്റെ ബേക്കിംഗ് ടൈം കുറഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യും. അതല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കസ്റ്റമൈസേഷൻ വരുമ്പോൾ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കട്ട്ലേറ്റിൻ്റെ ഫ്രീസ് ചെയ്യാൻ വെച്ചതെടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഫസ്റ്റ് നോമ്പ് 1 അന്ന് കുറച്ച് സംഭവങ്ങൾ ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാലൻസ് ഇരുന്നതാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഒരു ഷോർട്സിലൊക്കെ നമ്മുടെ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പഴയ വീഡിയോ ആയതുകൊണ്ടാണ് അതിൽ പിന്നെയും അങ്ങനെ കാണിക്കണത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും അതിൻ്റെ ഇടയിൽ റെഡി ആയിട്ടുണ്ടായിരുന്നു. അതും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അത് താഴത്തെ ട്രെയിലേക്ക് മുകളിലേക്ക് മുട്ടാത്ത രീതിയിൽ അങ്ങനെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ അതിൻ്റെ ബാറ്റർ നമ്മൾ വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബാറ്റർ റെഡിയാക്കാൻ പോണത് ഒരു 1/2 kg കേക്കും അതിൻ്റെ കൂട്ടത്തിൽ ഒരു 3 കപ്പ് കേക്കിൻ്റെയും ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. ഈ കേക്കിന് ഓർഡർ തന്ന കസ്റ്റമർ നമ്മൾ അവിടുത്തെ മോൻ്റെ ബർത്ത്ഡേക്കും തന്നെ കേക്ക് വാങ്ങിക്കണതാണ്. അപ്പോൾ 1 kg ആണ് വാങ്ങണത്. ഇതിപ്പോൾ നോമ്പായതുകൊണ്ടാണ് എല്ലാവരും 1 kg കുറച്ച് 1/2 kg ആക്കിയേക്കണത്. അപ്പോൾ ഇത് നമുക്ക് കേക്ക് പ്ലസ് കപ്പ് കേക്ക്സ് ഉള്ളതുകൊണ്ട് മറ്റേ 1 kgയുടെ കൂടുതൽ ഒരുമിച്ച് ബാറ്റർ റെഡിയാക്കിയില്ല, സെപ്പറേറ്റ് വേറെയാണ് കേട്ടോ റെഡിയാക്കിയത്. കാരണം കപ്പ് കേക്കൊക്കെ ഉള്ളപ്പോൾ മൊത്തത്തിൽ ആകെ എനിക്ക് കൺഫ്യൂഷൻ ആവും എത്ര മുട്ടയുടെ ബാറ്റർ എടുക്കണം. അതായത് ഒരുമിച്ച് ചെയ്യുമ്പോൾ ആകെ കൺഫ്യൂഷൻ ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. കുറച്ചും കൂടെ ടൈം വേണമെന്നുള്ളൂ, നമ്മൾ ടെൻഷൻ അടിച്ച് കൊളാക്കണ്ടല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ പൊടിച്ച പഞ്ചസാരയൊക്കെ എന്തോരം കറക്റ്റ് പഞ്ചസാര എടുക്കാമെന്ന് വെച്ചാലും പഞ്ചസാര പൊടിച്ച് ലാസ്റ്റ് കുറച്ച് ബാലൻസ് വരും കേട്ടോ, എങ്ങനെ കറക്റ്റ് ആക്കാൻ നോക്കിയാലും. അപ്പോൾ അതൊരു ചെറിയ ടിന്നിലേക്ക് മാറ്റി വെച്ചിട്ട് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ സിങ്കിലേക്ക് ഇട്ടിട്ട് പിന്നെ കിച്ചൺ സ്ലാബൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കട്ട്ലേറ്റ് എടുത്തപ്പോൾ അതിൽ നമുക്കൊരു പണി ഇട്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം ഞാനത് സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ ടിഷ്യൂ പേപ്പറായിരുന്നു നമ്മൾ ഓരോ കട്ട്ലേറ്റും സെപ്പറേറ്റ് ചെയ്യാൻ, ഓരോ ലെയർ കട്ട്ലേറ്റും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് എന്തോ എൻ്റെ ഒരു ഓർമ്മയിൽ പ്രശ്നം പറ്റിയതാണ്. നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ വെച്ച സമയത്ത് നമ്മൾ കേക്കിന് യൂസ് ചെയ്യുന്ന ബട്ടർ പേപ്പറായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും, ഒട്ടും തന്നെ കേക്കിലേക്ക് ഒട്ടിപ്പിടിക്കാതെ. പക്ഷേ എനിക്കെന്തോ മാറിപ്പോയതാണ്, ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ച് പോയി. അതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു. കുറേ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ മൊത്തത്തിൽ റിമൂവ് ചെയ്ത് മാറ്റിയത്. പക്ഷേ നമ്മൾ അതിൻ്റെ കൂളിങ് ഐസ് പിടിച്ചിരിക്കുന്നത് മാറണ അനുസരിച്ച് നമുക്ക് മാറ്റാനും പറ്റും കേട്ടോ, അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതിന് കുറച്ചധികം സമയം എടുത്തിട്ടാണ് അത് മാറ്റിയത്. നമ്മൾ മൊത്തത്തിൽ വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്നുള്ളൂ. അങ്ങനെ കേക്കുകളെല്ലാം അടുപ്പത്ത് വെച്ചിട്ട് പാത്രമൊക്കെ കഴുകാൻ വേണ്ടി ഇട്ടിട്ട് തറയൊക്കെ ക്ലീൻ ആക്കിയിട്ട് പിന്നെ നമ്മൾ കട്ട്ലേറ്റ് പൊരിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. പാത്രമൊക്കെ കഴുകാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയം പോലും. അപ്പോൾ ഞാൻ എൻ്റെ മിക്ക വീഡിയോസിലും പറയുന്നുണ്ട് കട്ട്ലേറ്റ് ഞാൻ ആദ്യം തന്നെ റെഡിയാക്കി വയ്ക്കും, ജ്യൂസും അടിച്ച് വയ്ക്കും. കട്ട്ലേറ്റിൻ്റെയാണ് ചൂട് കാരണം, ജ്യൂസാണെങ്കിൽ തണുപ്പായും കിട്ടണം, എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് ഒരു ടെക്സ്ചറിൽ കഴിക്കാൻ പറ്റുള്ളൂ. എൻ്റെ കട്ട്ലേറ്റ് അങ്ങനെയാണ്, മിക്കവരുടെ അങ്ങനെ ആയിരിക്കും. കാരണം ചൂടോടെ കഴിക്കുമ്പോൾ ഒരു കട്ടിയില്ലാത്ത രീതിയിലായിരിക്കും കട്ട്ലേറ്റ്. എല്ലാവരുടെ അങ്ങനെയാണോന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ഇങ്ങനെ ചൂടാറിയിട്ട് കുറച്ച് നേരത്തെ ചെയ്ത് വെച്ച് കഴിച്ച് തുടങ്ങിയപ്പോഴാണ് കട്ട്ലേറ്റിന് ആ ഒരു ശരിയായിട്ടുള്ള ടെക്സ്ചർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം ബ്രെഡ് ക്രംസ് ഒക്കെ എടുത്തിട്ട് കട്ട്ലേറ്റ് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി പണിക്കൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കട്ട്ലേറ്റിനുള്ള ബ്രെഡ് കുറച്ചുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അതായത് പൊടിച്ചത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ചും കൂടെ പൊടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ബാക്കി പൊടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. ഞാൻ ഒരു 2 വർഷം മുമ്പ് വരെ ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ റിസ്ക്കാണ് കേട്ടോ. റിസ്കിൻ്റെ
റസ്കിൻ്റെ പൊടിയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ സത്യം പറയാലോ, എല്ലാവർക്കും അങ്ങനെയാണെന്നറിയില്ല, എനിക്ക് ആ റസ്ക് മാറ്റിയിട്ട് ബ്രെഡ് പൊടിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആ കട്ട്ലേറ്റിന് ശരിക്കും ഒരു ഫിനിഷിങ്, ഒരു കട്ട്ലേറ്റിൻ്റെതായ ഒരു ടെക്സ്ചർ എനിക്ക് കിട്ടിയത് ബ്രെഡ് യൂസ് ചെയ്തപ്പോഴാണ്. എല്ലാവർക്കും അങ്ങനെ ഫീൽ ചെയ്തോന്ന് എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ ശരിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം റസ്ക് കിട്ടാത്ത സമയത്ത് വെറുതെ ബ്രെഡ് വാങ്ങിച്ച് ട്രൈ ചെയ്തതാണ്. റസ്ക് ആ കടയിൽ ഇല്ലാത്തതുകൊണ്ട് മാത്രം ബ്രെഡ് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ അതെൻ്റെ ബെസ്റ്റ് ഡിസിഷൻ തന്നെയായിരുന്നു. കാരണം ബ്രെഡിൻ്റെ ക്രംസ് വെച്ച് ചെയ്തപ്പോഴാണ് കട്ട്ലേറ്റിൻ്റെ ടെക്സ്ചറും അതിൻ്റെ ടേസ്റ്റ് വൈസ് നോക്കിയാലും എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇപ്പോഴെന്ന് വെച്ചാൽ നമുക്ക് റമദാനൊക്കെ ആവണ സമയത്ത് റസ്കിൻ്റെ പൗഡറായിട്ട് തന്നെ നമുക്ക് റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും. കടയിൽ ചെല്ലുമ്പോൾ അവർ ഇങ്ങോട്ട് ചോദിക്കുമായിരിക്കും. പക്ഷേ ഞാൻ ബ്രെഡ് വെച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ അത് വാങ്ങിക്കാറില്ല കേട്ടോ. ബ്രെഡ് പൊടിച്ചാണ് എടുക്കണത്. അപ്പോൾ അങ്ങനെ കട്ട്ലേറ്റൊക്കെ പൊരിച്ച് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കേക്കിൻ്റെ എല്ലാം ചൂടാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്രം കോട്ട് ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ ഒന്ന് ലെയറാക്കാൻ നിന്നപ്പോഴത്തേക്കും അപ്പോഴാണ് ഓർത്തിട്ടുണ്ടായിരുന്നത് നമുക്ക് കറിക്കുള്ളതൊന്ന് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ അത് വെന്തിരുന്നോളൂല്ലോ, ടൈം പോകണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഇന്ന് നോമ്പ് തുറക്കാൻ കടിയായിട്ട് ഉണ്ടാക്കണത് നമ്മൾ അപ്പത്തിന് രാവിലെ തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തലേന്നത്തെ കുറച്ച് ബീഫ് കറി വെച്ചതും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കറി വയ്ക്കുമ്പോൾ പിറ്റേന്നത്തേക്ക് ബാക്കി വരുമ്പോൾ പിറ്റേന്ന് അതിലേക്ക് കുറച്ച് കിഴങ്ങോടെ ഇട്ട് കറി വെച്ച് അങ്ങനെയാണ് കേട്ടോ എപ്പോഴും എടുക്കാറ്. അല്ലാണ്ട് ഒരു ദിവസം കൊണ്ടൊന്നും ഇവിടെ കറി വെച്ചാൽ തീരില്ല. ഇപ്പോൾ ഒരു 1/2 കിലോ ബീഫ് വാങ്ങിച്ചാൽ പോലും അതിൽ നിന്ന് പകുതി എടുത്ത് വെച്ചാലും ഒരു ദിവസം കൊണ്ട് തീരില്ല. പിറ്റേന്ന് വീണ്ടും കിഴങ്ങിട്ട് വയ്ക്കുമ്പോഴാണ് തീരണത്. കാരണം ഇവിടെ ഞാനും ഉമ്മായും പിള്ളേരും മാത്രമല്ലേ ഉള്ളൂ. ഉമ്മായും പിള്ളേരൊക്കെ വളരെ കുറച്ചാണ് കഴിക്കുകയുള്ളൂ. പിന്നെയും കുറച്ച് കഴിക്കണത്, അവരെക്കാൾ കൂടുതലായിട്ട് കഴിക്കണത് പിന്നെ ഞാനാണ്. എന്നാലും ഞാൻ തന്നെ കഴിച്ചാലും തീരുമല്ലോ. പിന്നെ പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ എടുക്കും, എന്നാലും ബാക്കിയായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ കിഴങ്ങിട്ടാണ് വയ്ക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ പിന്നെ ആ കിഴങ്ങ് വേവിക്കാൻ വേണ്ടി വച്ചിട്ട് പിന്നെ പാത്രം കഴുകാനൊക്കെ നിന്നു. അത് കഴിഞ്ഞിട്ടാണ് കേക്ക് ക്രം കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അപ്പത്തിന് അരച്ച് വയ്ക്കാമെന്ന് രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അരിയൊന്നും വെള്ളത്തിലിടാറില്ല. സാധാരണ അപ്പം ചുടുമ്പോൾ നമ്മുടെ നോർമൽ വറുത്ത പൊടിയിലോട്ട് പുളിമാവും അല്ലെങ്കിൽ പുളിമാവില്ലെങ്കിൽ ഈസ്റ്റും ചോറും തേങ്ങയൊക്കെ ചേർത്ത് അരച്ച് വയ്ക്കാനായിട്ട് ചെയ്യാറ്. അപ്പോൾ അതൊരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ചെയ്ത് വെച്ചപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കേക്കെല്ലാം ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ഓവൻ്റെ ചൂടിലേക്ക് കയറ്റി വെച്ചാണ് കേട്ടോ. പിന്നെ ഒന്നും കൂടെ ഒന്ന് പുളിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പുളിപ്പിച്ച് മീൻസ് നമ്മുടെ മാവൊന്ന് പൊങ്ങി വന്നാലോ അപ്പത്തിന് നല്ലൊരു ടെക്സ്ചർ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവനിൽ കയറ്റി വെച്ചിട്ട് അതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചും കൂടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടെങ്കിൽ ഓവനിലൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അല്ലാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് വന്നേനെ. എന്തായാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിഴങ്ങൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ ആ കറിയും കൂടെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. അപ്പോൾ പൊടികളൊക്കെ ചൂടാക്കി കിഴങ്ങൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ കിഴങ്ങും ഇറച്ചിയും കൂടെ റെഡിയാക്കി ഗരം മസാലയൊക്കെ ഇട്ട് കറി റെഡിയാക്കി. അപ്പോഴത്തേക്കും നമ്മുടെ അപ്പത്തിൻ്റെ മാവും അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് ചുട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഏകദേശം വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് നമ്മുടെ അപ്പത്തിൻ്റെ മാവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ചുടാൻ വേണ്ടി നിന്നപ്പോഴത്തേക്കും പിന്നെ ബാങ്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞിട്ട് അപ്പം ചുടാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിള്ളേരും ഞാനും ഉമ്മയൊക്കെ കൂടി നിന്ന് നോമ്പ് തുറന്നു. നോമ്പ് തുറക്കണ വീഡിയോ ഒന്നും വലിയ കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അപ്പം ചുടാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം. അതാ ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ചുകൂടെ നേരത്തെ അരച്ച് വെച്ചെങ്കിൽ കുറച്ചും കൂടെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയേനെ. എന്തായാലും കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിരുന്നു. ഞാൻ അങ്ങനെ വെറുതെ അപ്പം ചുടുമ്പോൾ ഒരിക്കലും പച്ചരി വെള്ളത്തിലിട്ടൊന്നും വയ്ക്കാറില്ല കേട്ടോ. ഞാൻ മറന്നും പോകും. പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴാണ് നേരത്തെ പ്ലാൻ ചെയ്ത് അങ്ങനെ അരിയും ഉഴുന്നൊക്കെ ഇട്ട് വയ്ക്കണത്. അപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരാണ് ചെയ്ത് നോക്കിക്കോ. എന്നെപ്പോലെ മറവി കൂടുതലുള്ളവർക്ക് പറ്റിയിട്ടുള്ള പണിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പാവപ്പെട്ട പ്രവാസികളെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ദുആയിൽ ഉൾപ്പെടുത്തുക.